ഞങ്ങൾക്ക് മദ്രസയിൽ പാടെന്ന് വെച്ചാൽ നമ്മൾ ഈ കള്ളാതൊക്കെ ഹറാമാണല്ലോ, അതിനെക്കുറിച്ചായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, മിന്നാന്ന് നടന്നൊരു സംഭവം, മിന്നാന്നിൻ്റെ തലേന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഉമ്മച്ചി പറഞ്ഞു, ഞാനത് ഉമ്മച്ചി കണ്ട കാര്യം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. കാണുന്ന സ്ഥലം കണ്ടോ? ഇതൊന്ന് ഓർത്തോളിയേ. അപ്പോൾ ഞങ്ങളൊക്കെ ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങളൊരു കുടുംബക്കാർ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ആരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് വിളിച്ച്, അപ്പോൾ ഉമ്മച്ചി ചെന്ന് നോക്കുമ്പോണ്ട് അയാളിങ്ങനെ കുത്തുന്ന ആടാണ്. കള്ളല്ല, എന്തായാലും MDMA ആണ്. അപ്പോൾ താത്താക്ക് ഉമ്മച്ചി കാണിച്ചു കൊടുത്തു. കാരണം ഉമ്മച്ചിക്ക് പേടിയപ്പോൾ താത്താക്ക് കാണിച്ചു കൊടുത്തു. അയാളുണ്ട് നീച്ച് നിന്നിട്ട് 2 കാലിൽ അരിച്ചാൽക്ക് ഒറ്റ വെക്കൽ, അരിച്ചാൽക്ക് വീണ്. അതിൽ പിന്നെ ആൾക്കാർ അയാളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച്, ഫ്രണ്ട്സ് വന്നിട്ട് ഓലവിടെ നാട്ടുവർത്താനം പറയും, ഇവർ വിൽക്കുക. 2ാമത്തെ വട്ടം അരിച്ചാൽക്ക് വേണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനി നമുക്ക് ആ ആൾക്ക് ഇനി അയാളെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ ആ അമ്മൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. എത്ര വയസ്സ്, 20 മുതലൊക്കെ ഉണ്ടാവും. 20 വയസ്സ്, 20 കൊല്ലം പോറ്റി വളർത്തിയ മകന് ഇങ്ങനത്തെ കോലത്തിൽ വരുമ്പോൾ, അപ്പം നിങ്ങൾ ഒരിക്കലും ഈ MDMA, കഞ്ചാവ്, കള്ള് അതൊന്നും കുടിക്കരുത്. ഇത് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഞാനിപ്പോൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കുട്ടികളിൽ നിന്ന് വലിയവരിൽ നിന്ന് കിട്ടുന്ന ഓരോ മോട്ടിവേഷനും അതൊരു ഗുണപാഠമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ബൈ.